ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ശ്രീനിവാസ് അല്ല ശ്രീജു വ്ളോഗ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കിണർ ക്ലീനിങ് ആണ്. ആ ചേട്ടനെ നമുക്ക് ഗൈസ് അങ്ങ് താരി ഇറങ്ങി ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അയ്യോ പേടിയാവുന്നു. ഇവരൊക്കെ സമ്മതിച്ചു കൊടുക്കണം. अंकल ये नंबर चालू करने के लिए पानी कम दिखाई दे रहे. चालू करूं? നമുക്ക് നമ്പർ ചോദിക്കാം. നമ്മളെ നമ്പർ 90 37 72 40 31. അങ്കിള് നമ്പറാണ് 90 37 72 40 31. ഓക്കെ അങ്കിള്, ഇതൊക്കെ എവിടെ അവൈലബിൾ ആണോ? ഈ ക്ലീനിങ്ങുകളൊക്കെ എവിടെ അവൈലബിൾ ആണോ? ഓൺലി ഫോർ പത്തനംതിട്ട ഡിസ്ട്രിക്ട്. പത്തനംതിട്ട, തിരുവനന്തപുരം അങ്ങനെയൊന്നുമില്ല? ഓൺലി ഫോർ പത്തനംതിട്ട. ഓക്കെ, പത്തനംതിട്ട. പത്തനംതിട്ട ഉള്ളവരെല്ലാം ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് നമ്പർ വരുന്നതാണ് ഇതേ വീഡിയോ ഒന്നുകൂടെ കാണണം. അപ്പോൾ അങ്കിൾ ഞാൻ നമ്പർ വീണ്ടും മനസ്സിലാവും. चलो चल रहे, देखो बांध बांध रहे. ഇവിടുന്ന് വലിച്ചൊരിച്ച് डालेगा डालेगा. ഇവർക്ക് ട്രെയിനിങ് കിട്ടും ഗൈസ്. 1 വീക്ക് എന്ന് വെച്ചാൽ 1 മാസം ട്രെയിനിങ്. 1 മാസം 7 ദിവസം ट्रेनिंग. दूसरा बकेट इधर कहीं होगा, देख लेके उधर से. पानी जाने दो, पानी मारूं. अरे ये बकेट नहीं आ रहा, वो बकेट लेके आएगा. इधर लेके आ. वो उधर रखो बकेट को. दूसरा बकेट को किसी ने लेके जाता है, समझ नहीं आता. अब उधर बैठो कुछ नहीं. ऐसे पकड़ के रखा है, ऐसे पकड़ के. ठीक है होगा. क्या करना रे? വെള്ളം ചീറ്റ് വീഴുക. കിണറ്റിലെ കഞ്ഞവെള്ളമാണ് ഈ കാണുന്നത്.
ചൂറ്റിക്കൊണ്ടിരിക്കും. കിണറിലെ പഞ്ഞുകളെല്ലാം കളയുകയും ചെയ്യും. കളഞ്ഞോണ്ടിരിക്കും. നമ്മളെ കയ്യിലുണ്ട്. ഇതൊക്കെ പറയുന്നു. കഴിയും ഇപ്പോൾ. മിठी ഉട്ടാക്കി ഉദർ ഫേക്കണേ. വെള്ളം വെച്ച് കുടിക്കാൻ ഫ്രീസറിൻ്റെ അകത്ത് വെള്ളം വെക്കണം. നീ വീഡിയോ വെച്ചുകൊണ്ട് വെക്കുക. നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഫ്രീസറിൻ്റെ അകത്ത് വെക്കും. ഞാൻ പറഞ്ഞു ഫ്രീസറിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം വെക്കാൻ. ഫ്രിഡ്ജിലെ ഫ്രീസർ പറഞ്ഞാ പോരെ അവിടെ. അച്ചാച്ചൻ വിളിക്കുന്നു. ഇവര് വന്ന വാൻ കണ്ടോ. പിന്നെ അകം ഫുള്ളും നല്ല അടിപൊളി സെറ്റപ്പ്. ഇറബേബിൾ കുമ്പഴ മാത്രം പെട്ടെന്ന് ഏൽപ്പിച്ചു. ഇതാണ് എൻ്റെ വല്യമ്മ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച പോലും ഇല്ല. ഇതെന്നെ കണ്ടല്ലോ. ചുമ്മാ ഒരു ഉടുപ്പും ലെഗിൻസും ഷാളും എടുത്തിട്ടുണ്ടാണ്. ആ മുടിയെങ്കിലും നിങ്ങൾ നോക്കുക, ചെയ്തിട്ടില്ല. നമ്മൾ അകത്തെ ഫോട്ടോ എടുക്കാണ്. ഒരു ഫോട്ടോ എടുക്കുന്നേ. ആ വീഡിയോ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാം. അകത്ത് ഫോട്ടോ എടുക്കും. അകത്തെയാണ് ഫുള്ള്. അതുകൊണ്ട് ആൾ നിൽക്കുന്നുണ്ടോ അതിൻ്റെ അകത്ത്? അതിനകത്തുണ്ടോ? ആ ഗുഹയ്ക്കകത്ത് ആൾ നിൽക്കുന്നത് കണ്ടോ? അത്ര നാരോയാണ്. ഇതിങ്ങനെ ഇങ്ങനെ ആക്കി വെക്കും. ഇങ്ങനെ ആക്കി വെക്കും. ആളുടെ ഫോക്കസ് ചെയ്യും. കണ്ടോ? संभाल के खींचना है. लाइनवाए करना है एक हाथ से ऐसे. खींचो खींचो रे अपना खींचो. वो संभालेगा वो. വെള്ളം ഫുള്ളും പറ്റിച്ചു കഴിഞ്ഞല്ലോ. വേണ്ടില്ലേ? MD ആയി. അടി MD ആയി. ചള്ളവാരിയാ. ഇനി പുതിയ വെള്ളം ഇതിൻ്റെ അകത്തൂടെ വരും. മണ്ണിൻ്റെ അകത്തുനിന്ന് വരും. കുറവാ. റൂട്ടിൽ നിന്ന് കിട്ടും. ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ. നിൽക്കുക. എല്ലാം ചള്ള ഊരുന്ന കാണുന്നില്ലേ? അതുകൊണ്ട് അവിടെ നിൽക്കും. മൊബൈൽ കേട്ടില്ലടല്ല. ഇതിൻ്റെ അകത്ത് എയറിൻ്റെ വിഷയമുണ്ട് കേട്ടോ. സേഫ്റ്റി ബെൽറ്റ് ഇല്ലാത്ത ആരും ഇറക്കല്ലേ. ശരിയാണ്, എയറിൻ്റെ കുറച്ചുണ്ട്. സേഫ്റ്റി ബെൽറ്റ് ഇല്ലാതെ ആരും ഇതിനകത്ത് ഒറ്റ മനുഷ്യനെ ഇറക്കില്ല. ഫ്രണ്ട്സെല്ലാം അടുത്തത്
पानी नहीं दीजिए अभी। ये पकड़ने वाला रस्सी ऊपर खींचिए। നമ്മൾ എൻബിറ്റ് കേട്ടോ. സോങ്ങിന് നമുക്കൊന്ന് കുറയ്ക്കാം. കൊത്തക്സ് കിടന്നാൽ മതി. കച്ചട വാരി ഇടുന്നതിൻ്റെ മൊബൈൽ എടുക്കാം. കച്ചട അവിടെ വാരി ഇടുന്ന കച്ചട കച്ച അടുത്ത വാരി ഇടുന്നതാണ് നമ്മൾ ഇനി നോക്കുന്നത്. പക്ഷെ എനിക്ക് ഒക്കെ പൊക്കിക്കൊണ്ട് പോകാം. ഇവിടൊക്കെയാണ് ചള്ളവെള്ളം കാണുന്നത്. അടുത്ത ചള്ളവെള്ളം കുടിക്കുന്നുണ്ട്. വരുന്നുണ്ട് കൊണ്ട് ചള്ള ചള്ള കച്ചട 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 പൂര ഇതെല്ലാം അങ്ങ് കുടിച്ചോണ്ടിരുന്നത്. ജ്യൂസ് അടിച്ച് കുടിച്ചോണ്ടിരുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ ഒരിക്കലും ഇത് മാത്രം അഴുക്കാൻ നോക്കുക. കമ്പി ഇതെല്ലാം ഉണ്ട്. എല്ലാം ഇതിട്ടിട്ട് ജ്യൂസായിരുന്നു നീ കുടിച്ചോണ്ടിരുന്നത്. പീയാ പൂര കിച്ചോ കിച്ചോ. ഞാനറിഞ്ഞ കാലം കല്യാണം നീ കല്ലൊന്നും കൊടുത്തില്ല, നമ്മൾ കുടിക്കേണ്ടിയല്ലേ. അമ്മയ്ക്കൊക്കെ കാണാലോ. സ്കൂളിൽ നിന്ന് ഒരു അവാർഡ് കിട്ടിയിട്ടുള്ള അവാർഡ് യൂട്യൂബ് ചാനൽ. ഞാൻ ബാക്കി കാണിച്ചു. ടാങ്കിട്ടതിനകത്ത് ഒട്ടും വെള്ളമില്ല. മച്ചി പോയി ചൂടാക്കാൻ നല്ല രസം കേട്ടോ. നല്ല രസമല്ലേ. കുമാർ തിരുവനന്തപുരം കിണർ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ വീഡിയോ സേവ് ചെയ്യാതെ എടുത്താൽ പിന്നെ യൂട്യൂബ് കാണാനൊന്നും പറ്റത്തില്ല. കോപ്പിറൈറ്റ് കിട്ടും. പിന്നെ കുമാർ ആഘോഷത്തിരപ്പൻ. അത് അവൾ ചുമ്മാ പറയാനത് കോപ്പിറൈറ്റ് ആണോ അല്ലല്ലോ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൈ.